താമരവിരിയില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞവരെല്ലാം കണ്ടം വഴി ഓടാൻ റെഡിയായി നിൽപ്പാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ബി.ജെ.പിക്ക് അനുകൂലമാകുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടുകളുടെയും SIRന്റെയും പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ ബി.ജെ.പിക്ക് 5 സീറ്റുകൾ ഉറപ്പാണെന്നും അത് 19 മുതൽ 20 സീറ്റുകളിലേക്ക് വരെ ഉയരാമെന്ന് പോലും കണക്കുകൂട്ടലുകളുണ്ട്. കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ബി.ജെ.പിക്ക് 20 സീറ്റുകൾ വരെ കിട്ടിയേക്കുമെന്നാണ് പ്രതീക്ഷ. ചില കണക്കുകളാണ് ഈ നിരീക്ഷണത്തിനുള്ള അടിസ്ഥാനം. ഇക്കുറി SIRന് ശേഷം കേരളത്തിലുള്ളത് 2,16,66,119 വോട്ടർമാരാണ്. ഇത് പ്രകാരം ഓരോ മണ്ഡലങ്ങളിലെയും വോട്ടർമാരെ കണക്കാക്കിയാൽ ശരാശരി 1,54,757 വോട്ടർമാരാണുള്ളത്. ഇത്തവണത്തെ പോളിംഗ് ശതമാനം 80 ആണ്. അതായത് 1,23,808 വോട്ടർമാർ വോട്ട് ചെയ്തു. കോൺഗ്രസും CPM-ഉം മുസ്ലിം ലീഗും SDPI-യുമെല്ലാം രഹസ്യ ഡീലുകൾ നടത്തിയില്ലെങ്കിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ 42,000 വോട്ടുകൾ വരെ കിട്ടുന്ന സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് പൊതുവായ വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലങ്ങളിലെങ്കിലും ബി.ജെ.പിക്ക് 42,000-നേക്കാൾ അധികം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ മലമ്പുഴ, കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ്, മഞ്ചേശ്വരം, തിരുവനന്തപുരം ജില്ലയിലെ നേമം, കാട്ടാക്കട എന്നിവയാണ് ഇപ്പറഞ്ഞ 5 മണ്ഡലങ്ങൾ. മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 45,530 വോട്ടുകൾ ബി.ജെ.പിക്ക് കിട്ടി. അതേ വീറും വാശിയോടെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടുകൾ ബി.ജെ.പിക്ക് അനുകൂലമായി പെട്ടിയിൽ വീണാൽ ഇവിടെ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ കോൺഗ്രസിന്റെ സുരേഷിനെയും CPM-ന്റെ പ്രഭാകരനെയും പിന്നിലാക്കും. പ്രഭാകരനെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 44,192 വോട്ടുകൾ ബി.ജെ.പിക്ക് കിട്ടിയിരുന്നു. ഇതാണ് NDA സ്ഥാനാർത്ഥി ML അശ്വനിയുടെ പ്രതീക്ഷ. 2011 മുതൽ 3 തവണ മുസ്ലിം ലീഗിന്റെ MA നെല്ലിക്കുന്ന് ജയിച്ചു കയറുന്ന കാസർഗോഡിൽ ഇത്തവണ ML അശ്വനി ചിലപ്പോൾ കോട്ട പൊളിച്ചേക്കാം. മഞ്ചേശ്വരത്ത് 47,071 വോട്ടുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 745 വോട്ടുകൾക്ക് മാത്രമാണ് സുരേന്ദ്രൻ ഇവിടെ തോറ്റത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ വാശിയോടെയാണ് ഇക്കുറി NDA ഇവിടെ പ്രവർത്തിച്ചത്. ഇത് സുരേന്ദ്രൻ അനുകൂലമായ വിധിയെഴുത്തിന് കാരണമാകുമെന്ന് കരുതുന്നു. തിരുവനന്തപുരം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ NDA വോട്ടുകൾ പിടിച്ചത് നേമത്തും കാട്ടാക്കടയിലുമാണ്. നേമത്ത് 49,867 വോട്ടുകൾ ബി.ജെ.പി പഞ്ചായത്ത് ഇലക്ഷനിൽ പിടിച്ചിട്ടുണ്ട്. ഇതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയ സാധ്യതയ്ക്കുള്ള ആധാരം. കാട്ടാക്കട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDA പിടിച്ചത് 46,372 വോട്ടുകളാണ്. അത് NDA സ്ഥാനാർത്ഥി PK കൃഷ്ണദാസിന്റെ വിജയത്തിന് കളമൊരുക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി 40,000-ലധികം വോട്ടുകൾ കിട്ടിയ ഒപ്പം സ്ഥാനാർത്ഥി മികവും കൂടിച്ചേരുന്ന 2 മണ്ഡലങ്ങളുണ്ട്. അതിലൊന്ന് ചെങ്ങന്നൂരാണ്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള ചെങ്ങന്നൂർ ആലപ്പുഴ ജില്ലയ്ക്ക് കീഴിലുള്ള മണ്ഡലമാണ്. അവിടെ സജി ചെറിയാനാണ് LDFന്റെ സ്ഥാനാർത്ഥി. പക്ഷേ ഇവിടെ MV ഗോപകുമാറിന് വലിയ സാധ്യതയാണ് പ്രതീക്ഷിക്കുന്നത്. ചെങ്ങന്നൂരിൽ തദ്ദേശ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 41,674 വോട്ടുകൾ കിട്ടിയിരുന്നു. കഴിഞ്ഞ തവണ സജി ചെറിയാൻ 71,000-ൽ പരം വോട്ടുകൾ നേടിയ മണ്ഡലമാണ്. അന്ന് MV ഗോപകുമാർ നേടിയത് 34,620 വോട്ടുകളാണ്. സജി ചെറിയാനെതിരെയും ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു മണ്ഡലം തിരുവനന്തപുരത്തെ കഴക്കൂട്ടമാണ്. ഇവിടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 40,582 വോട്ടുകൾ കിട്ടി. ഇവിടെ V. മുരളീധരൻ എന്ന ശക്തനായ ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം കൂടി ചേരുമ്പോൾ അത് വിജയമായി മാറുമെന്നാണ് കണക്കുകൂട്ടുന്നത്. 2016-ൽ കടകംപള്ളി സുരേന്ദ്രനെ വിറപ്പിച്ചതാണ് മുരളീധരൻ. അന്ന് 50,079 വോട്ടുകൾ ഉണ്ടായിരുന്ന കടകംപള്ളിക്കെതിരെ മുരളീധരൻ 42,732 വോട്ടുകൾ പിടിക്കുകയുണ്ടായി. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 38,000-നേക്കാൾ അധികം വോട്ടുകൾ ലഭിച്ച 3 മണ്ഡലങ്ങളിലൊന്ന് വട്ടിയൂർക്കാവാണ്. ഇവിടെ 38,228 വോട്ടുകൾ പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കിട്ടി. ഇവിടുത്തെ സ്ഥാനാർത്ഥി R. ശ്രീലേഖയാണ്. മുൻ DGP മണ്ഡലത്തിലെ വികസനത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുമുള്ള സ്ഥാനാർത്ഥി.
ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി കെ പ്രശാന്തിന്റെ തറവാടക കൊടുത്ത് സർക്കാർ കെട്ടിടം MLA ഓഫീസായി ഉപയോഗിച്ചതിനെ പൊളിച്ചടുക്കിയ ശ്രീലേഖയുടെ കണ്ടെത്തൽ വട്ടിയൂർക്കാവുകാർ മറക്കാനിടയില്ല. ഈ വ്യക്തിപ്രഭാവത്തിൽ ഏതാനും വോട്ടുകൾ BJPയിലേക്ക് മറിയുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. മറ്റൊരു മണ്ഡലം ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയാണ്. ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 38,447 വോട്ടുകൾ കിട്ടി. ഇവിടെ BJPയുടെ അജിമോനാണ് മത്സരിക്കുന്നത്. CPMന്റെ കോട്ടയാണ്. ഇവിടെ CPMന്റെ അരുൺകുമാർ ത്രികോണ മത്സരമായിട്ട് കൂടി 2021 71,000-ൽ പരം വോട്ടുകൾ പിടിച്ചു. 38,000-ൽ പരം വോട്ടുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച മൂന്നാമത്തെ മണ്ഡലം പാലക്കാടാണ്. പാലക്കാട് 38,003 വോട്ടുകൾ കിട്ടിയ മണ്ഡലമാണ്. ഇവിടെ ശോഭ സുരേന്ദ്രനാണ്. ഏറ്റവും മോശം മണ്ഡലത്തിൽ പോലും നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ വോട്ടുകളെങ്കിലും കൂടുതൽ പിടിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ശോഭ സുരേന്ദ്രൻ. ഇവിടെ ത്രികോണ മത്സരം പ്രവചിച്ച രീതിയിൽ ശക്തമായാൽ ശോഭ ജയിക്കും. നാലാമതൊരു മണ്ഡലം തൃശൂർ ജില്ലയിലെ പുതുക്കാടാണ്. ഇവിടെ BJPക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 38,598 വോട്ടുകളാണ്. 2016-ലും 2021-ലും നാഗേഷ് മത്സരിച്ച മണ്ഡലം കൂടിയാണിത്. ശരാശരി ഏകദേശം 35,000 വോട്ടുകൾ നേടിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കുതിപ്പ് മുതലാക്കാൻ നാഗേഷിന് സാധിക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. CPMലെ സിറ്റിംഗ് MLA ആയ രാമചന്ദ്രനെതിരെയും ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇനിയുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 36,000-ൽ പരം വോട്ടുകൾ ലഭിച്ച ഏതാനും മണ്ഡലങ്ങളാണ്. അതിലൊന്നാണ് ചിറയൻകീഴ്. ഇവിടെ തദ്ദേശ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 35,632 വോട്ടുകൾ പിടിച്ച സ്ഥലമാണ്. ഈ ആനുകൂല്യത്തിന്റെ അടിത്തറയിൽ കൂടുതൽ വോട്ടുകൾ തനിക്ക് അനുകൂലമായി NDA സ്ഥാനാർത്ഥി BS അനൂപ് കെട്ടിപ്പൊക്കുമെന്ന് കരുതുന്നുണ്ട്. ഇവിടെ രമ്യ ഹരിദാസിനെയും മനോജ് B എടമനിയെയും കെട്ടുകെട്ടിക്കാൻ BS അനൂപിന് സാധിക്കുമെന്നാണ് ഉറച്ച വിശ്വാസം. തിരുവനന്തപുരത്ത് ഇക്കുറി അത്ഭുതങ്ങൾ സംഭവിക്കും. തലസ്ഥാന നഗരിയുടെ മുക്കും മൂലയും അറിയുന്ന കരമന ജയൻ വൻ വോട്ട് വിഹിതത്തോടെ താമര വിരിയിക്കുമെന്നതിൽ തർക്കമില്ല. പള്ളി വഴിയുള്ള ക്രിസ്ത്യൻ വോട്ട് ഏകീകരണം CP ജോണിന് ഗുണമാകുമെന്ന വ്യാമോഹം ഇക്കുറി വിലപ്പോകില്ല. കൊല്ലത്തും പത്തനംതിട്ടയിലും ചുവപ്പ് കോട്ടകൾ വിറയ്ക്കുകയാണ്. ചാത്തന്നൂരിൽ NDA സ്ഥാനാർത്ഥി BB ഗോപകുമാർ ഇടത് വലത് സ്ഥാനാർത്ഥികളെ പിന്തള്ളി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിന്റെ അഹങ്കാരത്തിന് ജനങ്ങൾ കനത്ത തിരിച്ചടി നൽകും. BJPയുടെ കരുത്തിനൊപ്പം കോൺഗ്രസിലെ ഒരു വിഭാഗം കൂടി പിന്തുണയ്ക്കുന്നതോടെ രശ്മി ഇവിടെ വിജയക്കൊടി പാറിക്കും. തൃശൂരിന്റെ മണ്ണിൽ ഇക്കുറി ശക്തമായ കാറ്റല്ല, കൊടുങ്കാറ്റാണ് വീശുന്നത്. 2021-ൽ സുരേഷ് ഗോപി ഉണ്ടാക്കിയ തരംഗം ഇക്കുറി പത്മജ വേണുഗോപാൽ പൂർത്തിയാക്കും. തൃശൂർ സിറ്റിയിൽ പത്മജിക്ക് ജയം സുനിശ്ചിതമാണ്. നാട്ടികയിൽ CC മുകുന്ദനും മണലൂരിൽ KK അനീഷ് കുമാറും ഇടതുകോട്ടകളെ ചീട്ടുകൊട്ടാരം പോലെ തകർക്കും. പ്രതാപൻ ഉയർത്തിക്കൊണ്ടുവന്ന കിറ്റ് വിവാദം മണലൂരിൽ 8 നിലയിൽ പൊട്ടിയത് അഴിമതി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ വിജയമാണ്. കൊടുങ്ങല്ലൂരിലും ഒറ്റപ്പാലത്തും NDAയുടെ പടയോട്ടം തടയാൻ ആർക്കും പറ്റിയില്ല. ഡോക്ടർ വർഗീസ് ജോണിന് പിന്നിൽ ക്രൈസ്തവ വോട്ടുകൾ കൂടി അണിനിരക്കുന്നത് VR സുനിൽകുമാറിന്റെ പരാജയം ഉറപ്പാക്കുന്നുണ്ട്. ഒറ്റപ്പാലത്ത് ജനപ്രിയനായ മേജർ രവി ഭരണവിരുദ്ധ വികാരത്തിന്റെ കരുത്തിൽ ചെങ്കോട്ട തകർത്ത് ചരിത്രം കുറിക്കും. കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഇക്കുറി വിജയ പ്രതീക്ഷയുമായി എത്രയോ പോരാളികളാണ് അണിനിരന്നിരിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ അഞ്ജലി നായർ, തൃക്കാക്കരയിൽ അഖിൽ മാരാർ, ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ, തിരുവല്ലയിൽ അനൂപ് ആന്റണി, കോഴിക്കോട് നോർത്ത് നവ്യ ഹരിദാസ്, ബേപ്പൂരിൽ പ്രകാശ് ബാബു. അങ്ങനെ നീളുന്നു ഈ പട്ടിക. യുവതലമുറയുടെ ഹരമായി മാറിയ റോബിൻ രാധാകൃഷ്ണൻ കുണ്ടറയിലും ഏറ്റുമാനൂരിലെ വാനമ്പാടിയായി മാറിയ ആതിര D നായരും എതിരാളികളെ വിറപ്പിച്ചു കഴിഞ്ഞു. മെയ് 4 കേരള ചരിത്രത്തിലെ പുതിയൊരു അധ്യായമാകും. പ്രീണനത്തിന്റെയല്ല, വികസനത്തിന്റെയും വിശ്വാസത്തിന്റെയും രാഷ്ട്രീയമാകും വിജയിക്കുക.